കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി വരില്ലെന്നോർത്തിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്നോട് അടുക്കാനെങ്കിലും ശ്രമിക്കണ്ടേ? ഇയാളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ നോക്കി നിന്ന് കൊതിച്ചാ മതിയോ? ബാക്കിയൊക്കെ എപ്പോഴാവും? എന്താ ചേച്ചി, കളിയാക്കുവാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? സീരിയസ് ആയിട്ട് തന്നെയാ ഞാൻ പറഞ്ഞ. വന്ന് കേറിയപ്പോ തൊട്ട് കാണുന്നതല്ലേ. നോക്കി നിന്ന് വെള്ളമിറക്കാനല്ലാതെ ഒന്ന് അടുക്കാൻ പോലും നിനക്ക് ചാൻസ് കിട്ടുന്നില്ലല്ലോ. ഒന്ന് ശ്രമിക്കാന്ന് വെച്ചാ അവിടെ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടണ്ടേ? ഇങ്ങനെ വായി നോക്കി നിന്നിട്ട് കാര്യമില്ല. പിന്നെ എന്നും ഇങ്ങനെ നിൽക്കേണ്ടി വരും. 6 മാസമായിട്ട് വൈദേഹിയെ കാണാതായപ്പോ ആ സമയം നിനക്ക് എത്ര ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തായിരുന്നു. ഇനിയൊരു പക്ഷെ വൈദേഹി തിരികെ വന്നാലും അവളെ വേണ്ട, നിന്നെ മതിയെന്ന് അവനെ കൊണ്ട് പറയിക്കണായിരുന്നു. ഇനി വൈദേഹി എവിടെന്ന് വരാൻ? അവൾ ഈ ഭൂമിന്ന് തന്നെ പോയിട്ട് കുറെ കാലം. ഇപ്പോഴും ഒട്ടും വൈകിട്ടൊന്നുമില്ല. പയ്യെ പയ്യെ അവന് വശീകരിച്ചെടുക്കാൻ നോക്ക്. അതിനല്ലേ ചാൻസ് കിട്ടാത്തെ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞതാ. പറയാം. കണ്ണുകൾക്ക് പറ്റാത്തത് വാക്കുകൾക്ക് പറ്റിയേക്കാം. അവിടെയും പരാജയമായാൽ സ്പർശനം വിജയിക്കും. ദേവനിപ്പോ നോട്ടത്തിലും വാക്കിലും വശമതനാകുന്ന അവസ്ഥയിലല്ല. അടുത്ത സ്റ്റേജിലേക്ക് കടക്കുക തന്നെ. എന്നുവെച്ചാ അതും കൂടെ ഒന്ന് പറഞ്ഞതാ ചേച്ചി. ആയിക്കോട്ടെ. എനിക്കെന്തായാലും അതൊന്നും പ്രയോജനപ്പെടില്ല. നിനക്കെങ്കിലും പ്രയോജനപ്പെടുവെന്ന് നോക്കാം. നിന്റെ കഴുത്തി കിടക്കുന്ന ചെയിൻ എടുത്തേ. അതെന്തിനാ ചേച്ചി? ഇങ്ങത്താ പറയാം. ചേടാ, അയ്യോ ചേച്ചി, ആ കൊളുത്ത് വളഞ്ഞു പോവും. ഒന്ന് ക്ഷമിക്കേ. ചേച്ചി, അത് ഒടിഞ്ഞു പോവും. ഇതെന്താ ചേച്ചി, സ്വർണമാലയുടെ കൊളുത്ത് വളച്ച് തിരിച്ചു കളഞ്ഞല്ലോ. ചില ആൾക്കാരെ വളയ്ക്കണമെങ്കിൽ മറ്റു ചിലത് തിരിക്കേണ്ടി വരും. ഇപ്പോ നീ ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാ. ഇതേ താലി ഒരു പുതിയ നൂലിൽ കോർത്തെടുക്കണം. എന്നിട്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് വീണ്ടും അത് കെട്ടിക്കണം. ഇത് ശരിയാവോ ചേച്ചി? ഒക്കെ ശരിയായിക്കോളും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്. ബുദ്ധിപരമായി നീങ്ങണം. ചെല്ല് ചെല്ല്, ഗോ. ആ പോകുന്നതിന് മുമ്പ് ചെല്ല്. ദേവേട്ടാ, എന്താ? ഈ മാലയൊന്ന് കഴുത്തിലിട്ട് തരുമോ? ഇത് നിനക്ക് തന്നെ ഇട്ടൂടെ? എനിക്കിടാൻ പറ്റുന്നില്ല ദേവേട്ടാ. ഇത് കണ്ടോ, ഈ കൊളുത്ത് ബെൻഡായി പോയി. ചെയിൻ കഴുത്തിലിട്ടിട്ട് പുറകിന്ന് ആരെങ്കിലും പ്രസ് ചെയ്ത് തന്നാലേ ഇത് ശരിയാവൂ. അമ്മയോടെ ഏടത്തോടെ ചെന്ന് പറയും അളവേ. ദേവേട്ടാ, ദേവേട്ടൻ ഇതൊന്ന് ഇട്ട് തന്നൂടെ? എന്നെ പൊക്കിയെടുത്ത് കറക്കാനോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാനോ ഒന്നും ചോദിച്ചില്ലല്ലോ.
ഒരു മാലയുടെ കൊളുത്തിട്ട് തരാനല്ലേ ചോദിച്ചോളൂ. എന്നാലും ദേവേട്ടൻ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യരുത്. ഒരക്ഷരം മിണ്ടില്ല, അടുത്തൊന്നും ഇരുത്തേയില്ല. നാളെ കല്യാണം കഴിയുമ്പോഴും ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നേ? ഇപ്പൊ എന്താ വേണ്ടേ? ഈ മാല ഇട്ട് തരണം, അത്രയല്ലേ ഉള്ളൂ. ഇതാ. ദേവേട്ടൻ എന്നെ കാണുമ്പോ മറ്റാരെങ്കിലും ആണെന്ന് കരുതൂ. ഞാൻ ആ വൈദേഹി എന്ന് പറയുമ്പോ എന്തായിരിക്കും പ്രതികരണം? വിശ്വസിക്കില്ലായിരിക്കും. പക്ഷേ വിശ്വസിപ്പിക്കാൻ എനിക്കും ദേവേട്ടനും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ കുറെ ഉണ്ടല്ലോ. അതൊക്കെ അറിയുമ്പോ വിശ്വസിച്ചോളും. ദേവേട്ടന് എന്റെ ഈ പുതിയ മുഖം ഇഷ്ടപ്പെടുവോ? നോക്കാം. നീ എന്തിനെങ്ങനെ കാട് കയറി ചിന്തിക്കുന്ന വൈദേഹി? പ്രണയത്തിന് മുഖവും രൂപവും ഒന്നും ഒരു പ്രശ്നമല്ല. വൈദേഹി എന്ന പേര് മാത്രം മതി. ദേവേട്ടൻ നീ മറന്നു പോവും. ശ്രീരാമ, എല്ലാം നിന്നെ ഏൽപ്പിക്കാം. എന്റെ ദേവേട്ടൻ എന്നെ തിരിച്ചറിയണേ. നീ വേണം എന്നെ സഹായിക്കാൻ. ഒന്ന് ശരിക്കിട്ടതാ ദേവേട്ടാ. നിന്റെ രീതികൾ എനിക്ക് മനസ്സിലാവുന്നില്ല മാളവികയെ. അങ്ങനെയല്ല ദേവേട്ടാ, അതിന്റെ ആ കൊളുത്തൊന്ന് കടിച്ചാ മതി. അപ്പ ആ കൊളുത്ത് ലോക്കായിക്കോളും. ഒന്ന് പെട്ടെന്നാവട്ടെ. എല്ലാത്തിനും ഇങ്ങനെ മടിച്ചു നിന്ന് എങ്ങനെയാ? ദേവേട്ടാ, ദേവേട്ടാ. ദേവേട്ടാ, ഏയ് അവിടെ തന്നെ കടിക്ക്. കഴിഞ്ഞ ദേവേട്ടാ? ഹാ, സോറി. താങ്ക് യു ദേവേട്ടാ, താങ്ക് യു സോ മച്ച്. എന്നോട് സോറി ഒന്നും പറയേണ്ട കാര്യമില്ല. കല്യാണത്തിന് സമ്മതിച്ചപ്പോഴും അച്ഛനും അമ്മയും നിർബന്ധിച്ചതിന്റെ പേരിലാ ദേവേട്ടെ സമ്മതിച്ചതെന്ന് എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ സമ്മതിച്ചെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായി.
ദേവന് നിന്നോട് ചെറുപ്പം മുതലേ ഇഷ്ടമാ. പക്ഷെ എന്ത് ചെയ്യാൻ, അവനും ഒരു മനുഷ്യനല്ലേ. നാണവും മടിയൊക്കെ കാരണം പുറത്ത് കാണിക്കാതിരുന്നതാ. അങ്ങനെയായിരുന്നില്ലേ ദേവ? ഇതൊക്കെ ശരിയാവോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ ചേച്ചി, താങ്ക് യു സോ മച്ച്. വല്ലതും പറയുമെന്ന് പേടിച്ചു പോയി ഞാൻ. ഹേയ്, സുന്ദരിയായൊരു പെണ്ണുമ്മോച്ച ഏത് പുരുഷനാ അത് സുഖിക്കാത്ത? എന്തായാലും വഴക്ക് പറയാഞ്ഞ സ്ഥിതിക്ക് നിന്നോട് ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായല്ലോ. താങ്ക് യു സോ മച്ച് ചേച്ചി. എന്താ ഇത് ചേച്ചി, അനീതി വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ വിശേഷം? അതറിഞ്ഞ അമ്മ ഒത്തിരി സന്തോഷിക്കും, അറിയോ? ദേവന്റെ മനസ്സിൽ വൈദേഹി മാത്രമേ ഉള്ളൂ, മാളവികയുടെ യാതൊരു അടുപ്പവും ഇല്ലെന്നല്ലേ നമ്മൾ കരുതിയേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ. മാളവികയോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ദേ ഇപ്പോ കുറച്ചു മുമ്പാ ദേവൻ തന്നെ ഇവളോട് പ്രത്യേകമായിട്ട് പറഞ്ഞത്. ആ ആണോ മോളെ? കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും പറയാതെ സമ്മതിക്കുകയും ഗ്രാൻഡായിട്ട് നടത്തണമെന്നും എല്ലായിടത്തും പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ആ പേടി മാറിക്കിട്ടി. എന്തായാലും കൊള്ളാം. ആ വൈദേഹിയെ മറന്നിട്ട് അവൻ നിന്നെ സ്വീകരിച്ചത് എന്തായാലും നന്നായി. മാളവികയെ കല്യാണം കഴിക്കാൻ സമ്മതിക്കണം. എന്താ കളിക്കാണോ? എനിക്കിപ്പോ അതിനെ സാധിക്കില്ലെങ്കിലോ? ഇപ്പോഴും ഞാൻ വൈദേഹി പറഞ്ഞതുകൊണ്ട് മാത്രം സമ്മതിച്ചതാ. കല്യാണത്തെക്കുറിച്ച് ചോദിച്ചപ്പോ ഒന്നും പറയാതെ സമ്മതിക്കുകയും ഗ്രാൻഡായിട്ട് നടത്തണമെന്നും എല്ലായിടത്തും പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ ആ പേടി മാറിക്കിട്ടി. ഒന്നും പറയാതെ സമ്മതിക്കുകയും ഗ്രാൻഡായിട്ട് നടത്തണമെന്നും എല്ലായിടത്തും പബ്ലിഷ് ചെയ്യണമെന്നും പറഞ്ഞപ്പോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു.
അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല ദേവേട്ടൻ കല്യാണത്തിന് സമ്മതിച്ചത്. ദേവേട്ടന് ഇപ്പൊ അത് ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടല്ലേ മാളവിക ഉമ്മ കൊടുത്തപ്പോഴും ഒന്നും പറയാതെ വഴങ്ങിക്കൊടുത്തത്. ഇതൊന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ സ്വപ്നങ്ങളും കണ്ട് എന്റെ ദേവേട്ടനെ കാണാനുള്ള കൊതിയോടെ ഓടി വന്നതാ. ഇനി ദേവേട്ടന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ സ്ഥാനം മറ്റൊരാളെ കൈയടക്കി കഴിഞ്ഞ് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഈ കുടുംബത്തിലെ എന്റെ അധ്യായം അടഞ്ഞു എന്നെ ധരിപ്പിക്കാനായിരിക്കും ദൈവം എന്റെ മുഖം പോലും പാടെ മാറ്റിക്കളഞ്ഞത്. ഒരു പക്ഷെ എന്റെ പഴയ മുഖം ഉണ്ടായിരുന്നെങ്കിലും ഇതെല്ലാം കണ്ടതിന് ശേഷം ദേവേട്ടന്റെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ പോവും? എന്റെ ജീവനും ശ്വാസവും എല്ലാം വൈദേഹിയാണെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് വൈദേഹി ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനു ഞാനിവിടെ നിൽക്കണം? അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോ തന്നെ എന്റെ ജീവൻ അങ്ങ് എടുത്തുകൂടായിരുന്നോ? എന്തിനാ ശ്രീരാമ എന്റെ ജീവൻ ഇങ്ങനെ ബാക്കി വെച്ചത്? ഈ കൊടും ചതികൾക്ക് വീണ്ടും സാക്ഷിയാവാനാണോ? ഈ നരക വേദന ഇനി അനുഭവിക്കാനാണോ? ആർക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ ദൈവേ ഒരു കരയിലും എത്തിക്കാതെ എന്നെ ഈ ചുടിയിലിട്ട് വട്ടം കറക്കുന്ന? ഇനി ഞാൻ എന്ത് ചെയ്യും? എവിടേക്ക് പോവും? ആർക്ക് വേണ്ടി ഞാനിനി ജീവിച്ചിരിക്കണം? എന്നെ എന്താ ആർക്കും വേണ്ടാത്തത് രാമ? ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. ആനന്ദമഴയിൽ ഇരുദേഹം നനഞ്ഞു, ആകാശഹൃദയം ഇരുജീവൻ മുകർന്നു. പുതുപുളകങ്ങൾ പെയ്തു, മഴമേഘങ്ങൾ താഴെ, കുളിരോളങ്ങൾ നാം തമ്മിൽ കൈമാറവേ. നിന്നോമൽ പാദങ്ങൾ തീർക്കുന്ന താളങ്ങൾ എന്നുള്ളിൽ മാറുന്നു മോഹങ്ങളായി. നീ എന്റെ ആത്മാവിൽ ചാർത്തുന്ന വർണ്ണങ്ങൾ
നിക്കേ. ആരാ നിങ്ങള്? ആരെ കാണാൻ വന്നത്? എനിക്കിവിടെ ആരും കാണണ്ട. വഴി തെറ്റി കയറി പോയതാ. എന്നോട് ക്ഷമിക്കണം. താല്പര്യമില്ലാത്തൊരു കല്യാണത്തിന് എല്ലാരും കൂടി നിർബന്ധിക്കുന്നത് ദേവേട്ടനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദേവേട്ടാ. ആ വൈദേഹിയെ മറന്നിട്ട് അവൻ നിന്നെ സ്വീകരിച്ചത് എന്തായാലും നന്നായി. നിന്റെ ജന്മമാണ് നിന്റെ മരണത്തിന് കാരണം. വൈദേഹിയായിട്ട് എന്റെ ഭർത്താവിന്റെ ജീവിതത്തിൽ എനിക്കിനി സ്ഥാനമില്ല. ഞാനാണ് വൈദേഹി എന്ന് ഇനി പുറത്തു പറഞ്ഞ എന്നെ കൊല്ലാൻ ശ്രമിച്ചവരെന്നെ ജീവനോട് വെച്ചേക്കില്ല. എന്നെ സ്നേഹിച്ച് ഞാൻ മാത്രമാണ് ജീവനെന്ന് പറഞ്ഞു ദേവേട്ടൻ. എത്ര പെട്ടെന്നാ എന്നെ മറന്നു കളഞ്ഞത്. എനിക്ക് പോലും അറിയാത്ത എന്റെ കഴിഞ്ഞ കാലത്ത് നിന്ന് പെട്ടെന്ന് ആരൊക്കെയോ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് എന്തിനായിരുന്നു? ഇനി കഴിഞ്ഞതിനൊന്നും എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പൊ എന്റെ ഭാവി എന്താണ്? അങ്ങനെ ഒന്നിനി എന്റെ ജീവിതത്തിലുണ്ടോ?